ഹേ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ HT റിയാക്ഷൻ. അപ്പോൾ ഇന്നലെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ഈസ്റ്റ് ബംഗാൾ FC-യുടെ ഒരു അടിപൊളി മത്സരം നടന്നത്. മത്സരത്തിൽ കേരളത്തിന് ഒരു പരാജയമായി ഏറ്റുവാങ്ങേണ്ടി വരുന്നു. മത്സരത്തിൻ്റെ ആദ്യ പകുതിയൊക്കെ വെച്ചാൽ ഒരു പെർഫോമൻസ് തന്നെയാണ് ആദ്യത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് 2024 സീസൺ തുടങ്ങിയ ഉടനെ ഒരു KBFCനെ നമ്മൾ കണ്ടത്. ഒരു തരത്തിലുള്ള അറ്റാക്കിങ്ങും കാണാൻ സാധിച്ചില്ല. സന്ദീപിൻ്റെയും പിന്നെ ഡിഫൻസിൻ്റെ ഒരു നല്ലൊരു എറർ മിസ്റ്റേക്സ് കാണിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു മിസ്റ്റേക്കിൽ നിന്ന് മലയാളി താരമായ വിഷ്ണു പുതിയ വളപ്പിലിൻ്റെ ഒരു അടിപൊളി ഗോൾ അവിടെ കണ്ടു. അന്നേരം ഒരു ഈസ്റ്റ് ബംഗാൾ ഒരു ഫോമായിരിക്കുന്നു. കേരളത്തിൻ്റെ ഫോം താഴേക്കും പോയി. അത് കഴിഞ്ഞിട്ടുള്ള പെർഫോമൻസിനൊക്കെ വെച്ചാൽ അതിനും ഭയങ്കര ഒരു മോശം പെർഫോമൻസ് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെച്ചത്. ഫസ്റ്റ് ഹാഫിൽ സന്ദീപിൻ്റെ ഒക്കെ കുറേ എറേഴ്സ് കണ്ട്, ഡിഫൻസിലായാലും മിലോസ് സച്ചിൻ്റെ ഒക്കെ സേവ് ചെയ്ത് കിട്ടിയ ബോളൊക്കെ കയ്യിൽ നിന്ന് ഇളകിപ്പോകുന്നതൊക്കെ കണ്ട് വെരി ബിഗ് മിസ്റ്റേക്ക് ആയിക്കാണ് അതൊക്കെ കണ്ടത്. പിന്നെ സെക്കൻഡ് ഹാഫിൽ കുറച്ചും കൂടി എനർജി ഫുള്ളായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് തിരിച്ചു വരികയായിരുന്നു. ഒരു നല്ലൊരു കംബാക്ക്, നമ്മളെ വെച്ച് ഗോളുകളൊക്കെ ഇനി വീഴുമെന്നൊരു കളിയാണ് കാഴ്ചവെച്ചത് കേരള ബ്ലാസ്റ്റേഴ്സ്. നല്ലൊരു നോഹ സദോ ചത്ത് കളിച്ച്, സത്യമാണ് നോഹ സദോ ഇതാ മാൻ ഓഫ് ദ മാച്ച് ആവേണ്ടേനും. നമ്മൾ ജയിച്ചില്ലെങ്കിലല്ലെങ്കിൽ മാൻ ഓഫ് ദ മാച്ച് ആയിരിക്കും. എന്നിട്ട് നല്ലൊരു കളി തന്നെ കളിച്ചത് നോഹ സദോയി. നല്ല ഇടതുവശത്തെ കൂടി കയറി അവരുടെ ഡിഫൻസ് പ്രതിരോധം തകർക്കാൻ തന്നെ കളിച്ചായിരുന്നു. പക്ഷേ ഒരു പരിശ്രമം വണ്ടില്ല. അങ്ങനെ ഇരിക്കെ സന്ദീപ് പിന്നെ സെക്കൻഡ് ഹാഫ് കഴിഞ്ഞാൽ സന്ദീപ് കുറച്ച് മുമ്പിലേക്ക് കളിക്കാൻ ഇറങ്ങി. അന്നേരം കുറച്ച് സന്ദീപിനൊരു നല്ലൊരു പെർഫോമൻസ് തന്നെ കണ്ടായിരുന്നു. സന്ദീപ് നല്ലൊരു പാസസ്, നല്ലൊരു ഡിഫെൻഡിങ് എല്ലാം കണ്ടായിരുന്നു. പിന്നെ പറയാനുള്ള വെച്ചാൽ ആ സമയത്താണ് 72-ാം മിനിറ്റിൽ ഹിജാസി ഒരു ഗോൾ അടിച്ചത് ഈസ്റ്റ് ബംഗാളിന് വേണ്ടിയിട്ട്. ഒരു കോർണർ കിക്ക് കൃത്യമായി താരം വലയുടെ ഉള്ളിലേക്ക് അടിച്ചിട്ടു. നല്ലൊരു ഗോൾ തന്നെയായിരുന്നു ഹിജാസിൻ്റെ. അത് കഴിഞ്ഞ് എത്ര മിനിറ്റിൽ 84-ാം മിനിറ്റിലായിരുന്നു സൂപ്പർ സബായി വന്ന ഡാനിഷ് ഫറൂഖിൻ്റെ ഒരു ഗോള്. ഒരു കോർണർ കിക്കിൽ നിന്ന് ഈസ്റ്റ് ബംഗാളിൻ്റെ ഡിഫൻസിൻ്റെ എറർ കാരണം വന്ന ബോൾ കൃത്യമായി ഡാനിഷ് ഫറൂഖ് ബോക്സിനുള്ളിലിട്ടു, ഗോൾ അടിച്ചു. അത് കഴിഞ്ഞ് നല്ലൊരു മത്സരം തന്നെ കാഴ്ചവെച്ചെങ്കിലും പരാജയത്തിലേക്ക് പോയെ. പിന്നെ ദുസാൻ ലഗേറ്റർ പുതിയ താരം, കേരള ബ്ലാസ്റ്റേഴ്സ് ജനുവരി പുതുതായി വന്ന പ്ലെയർ ഈ മത്സരം കളിക്കലെന്തോ ഒരു കഴിഞ്ഞ ക്ലബിൽ നിന്ന് എന്തോ ഒരു സസ്പെൻഷനും ഉണ്ടായിരുന്നു, അതും കഴിക്കാണ്. പിന്നെ പറയുകയാണെന്ന് വെച്ചാൽ സച്ചിനൊക്കെ വളരെ മോശം പ്രകടനം തന്നെയാണ് കാണിച്ചത്. സച്ചിനും മറ്റേ സന്ദീപൊക്കെ ആദ്യ വേഗതയിൽ. പിന്നെ ഡാനിഷ് നല്ലൊരു കളി തന്നെ കളിച്ചായിരുന്നു ഈ കളിയിൽ, സൂപ്പർ സബായിട്ട് വന്നേ. പിന്നെ പറഞ്ഞാൽ വെച്ചാൽ വിഷ്ണു എതിർ ടീമിലെ വിഷ്ണു നല്ലോണം കളിച്ചിന്, നല്ലൊരു പെർഫോമൻസ് കണ്ടിന്. മറ്റേ കോർണർ ലൈനിൻ്റെ അവിടെ ഒരു കയറ്റലുണ്ട്, അതിൻ്റെ നല്ലൊരു കളി തന്നെയായിരുന്നു. അടുത്ത മത്സരം ചെന്നൈൻ്റെ ഒപ്പം നല്ലൊരു വിജയം തന്നെ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ബൈ ബൈ.